ഓക്ലൻഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇടവേള സമയത്ത് ബ്ലോഗുകളൊക്കെ എടുത്തുകൊണ്ട് കോളേജിന്റെ പരിസരത്തോട് നടക്കുകയാണ്. അങ്ങനെ അവർ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ അതിലെല്ലാം പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ കാഴ്ച കാണുന്നത്. ക്രീപ്പി മാസ്ക് ധരിച്ച ഒരു കപ്പിൾസിനെ ആദ്യം അവർ കരുതിയിരുന്നത് അത് പ്രാങ്ക്സ്റ്റേഴ്സ് ആണെന്നാണ്. അവർ ആ കപ്പിൾസിന്റെ മൂവ്മെന്റ് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കുറച്ചു നേരം ഷൂട്ട് ചെയ്യുമ്പോഴാണ് അവർ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് ഡൈവേഴ്സ് ആയി പോകുന്നവർ കാണുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് അവർ കുറച്ചുകൂടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അതിൽ മാസ്ക് ധരിച്ച പെണ്ണ് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടു. അവരാദ്യം ചിരിച്ചു. എന്നിട്ട് അവർ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് ആ പെണ്ണിന്റെ കയ്യിലൊരു പിസ്റ്റൽ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാർക്ക് ചെറിയ തോതിൽ പേടി വരികയാണ്. അവർ തിരിഞ്ഞോടിയിട്ട് പോലീസിനെ വിളിച്ചു. അതേസമയം അവിടെ ആരോ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ കപ്പിൾസിന്റെ ടെററൈസ് കാരണം ആരെങ്കിലും വിളിച്ചതാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ആരോ അന്ന് കോപ്പിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരും പോലീസുകാരെ തന്നെ വിളിക്കാൻ തീരുമാനിച്ചു. പോലീസുകാരെ സീനിൽ അറൈവ് ചെയ്തു. ആ വിദ്യാർത്ഥികൾ ഈ ഫുട്ടേജസ് കാണിച്ച് കാര്യം പറഞ്ഞു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓക്ലൻഡ് പോലീസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. ആരെങ്കിലും ഈ മാസ്ക് വെച്ച കപ്പിൾസിനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അടുത്തൊന്ന് മാറി നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ കുട്ടികൾ അവരെ കാണുന്നതിന് ഒരാഴ്ച മുമ്പ് അവരൊരു സ്ത്രീനെ ഇതുപോലെ തന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ പ്രാങ്ക്സ്റ്റേഴ്സ് ആണോ അതോ യഥാർത്ഥ സൈക്കോസ് ആണോ എന്ന് നമുക്കറിയത്തില്ല. മാത്രമല്ല അവരെ കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാർ പറയുന്നത് അവരുടെ കയ്യിൽ വെപ്പണും ഉണ്ടെന്നാണ്. 2015 ഈ സംഭവം നടക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവരാരാണെന്ന് ആർക്കും അറിയത്തില്ല. ഈ മാസ്കഡ് കപ്പിൾസിനെ പറ്റിയുള്ള നിങ്ങളുടെ തോട്ട് കമന്റിൽ ഇട്ടേക്കൂ. നിങ്ങൾക്ക് ഇനിയും വീഡിയോ കാണാൻ ടൈം ഉണ്ടെങ്കിൽ ഒരു ബോണസ് ക്ലിപ്പ് കൂടെ കാണിക്കാം. UK-കാരനായ ഡാനിയൽ ഒനീൽ കഴിഞ്ഞ 10 വർഷമായിട്ട് യൂട്യൂബിൽ തന്റെ ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദിവസം അയാൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. തന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വുഡ്സിൽ പോയി ക്യാമ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ അത് പതിവ് പോലെ തന്റെ വെറും ഒരു ക്യാമ്പിംഗ് വീഡിയോ അല്ലായിരുന്നു. പകരം അത് വളരെ ഡിസ്റ്റർബിംഗ് ആയ ക്രീപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ആദ്യം ഡാനിയൽ അവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടോ എന്ന് തപ്പി നടന്നു. ആൻഡ് അവസാനം അയാൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. സ്ഥലത്തിരുന്നുകൊണ്ട് അയാൾ അയാളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് I didn't want to be tired and it's going to throw it down Friday night as well, and rain camping is really good. Is that a badger? Hello? മനുഷ്യൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് ഫുഡ് സ്റ്റെപ്പുകൾ കേൾക്കുകയാണ്. ആൻഡ് ദർ ഈസ് നോ വൺ. കുറച്ചു നേരം കഴിഞ്ഞ് അയാൾ അയാളുടെ ബാക്കി പരിപാടികളായ കുക്കിങ്ങിലേക്ക് കടന്നു. നൂഡിൽസ് എടുത്ത് കുക്ക് ചെയ്ത് ചില്ലായിട്ടിരിക്കാൻ വേണ്ടി നോക്കി. ആൻഡ് അത് കുക്ക് ചെയ്യുന്ന സമയത്തും There's that noise again now. Hello? Hello? You got a bit of that. ആൻഡ് ഈ തവണ സൗണ്ട് കേട്ടത് കുറച്ചുകൂടെ അടുത്ത് നിന്ന്. ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരായാലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ബട്ട് ഡാനിയൽ അത് ചെയ്തില്ല. ഡാനിയൽ അവിടെ തന്നെ രാത്രി കിടക്കാൻ തീരുമാനിച്ചു. ആൻഡ് ദാറ്റ് ഈസ് എ ബാഡ് ഐഡിയ ഫോർ ഹിം. രാത്രിയായപ്പോൾ ആ ഫുഡ് സ്റ്റെപ്പുകൾ വീണ്ടും അടുത്ത് കേട്ടു. ആൻഡ് ഹി ഡിസൈഡഡ് ടു ലീവ് ദാറ്റ് പ്ലേസ്. I can't stay here now. I want to be a wimp. I don't care if people call me a wimp in the comments, but I can't stay here. I'm too unsettled. I'm nervous. I've done camping like this loads of times. I think I'm going to go find somewhere else to get this busy set up. Nobody is going to call you a wimp, bro. You are a legend. കാരണം അതൊരു ഹ്യൂമൻലി ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പ് ആയിരുന്നു. ആൻഡ് any human stalking you in a vulnerable situation, you must escape from there. അമേരിക്കക്കാരനായ റിച്ചാർഡ് തന്റെ വീടിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് നിറയെ കോളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് തന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് വുഡ്സ് നിറഞ്ഞ ഒരു പ്രദേശത്താണ്. രാത്രിയായ തന്റെ വീടിന്റെ അടുത്തുള്ള ഒരുപാട് കാൽപ്പെരുമാറ്റങ്ങളും ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. അദ്ദേഹം
പോലീസുകാരോട് പറഞ്ഞിരുന്നത് ഒരു ഇൻഹ്യൂമൻലി ക്രീച്ചർ എൻ്റെ വീടിന് മുന്നിൽ അപ്പിയർ ആകുന്നതാണ്. ബട്ട് പോലീസുകാർ അത് വിശ്വസിച്ചുമില്ല, അവര് എൻക്വയറിക്ക് വന്നതുമില്ല. ഈ തവണ ആ ക്രീച്ചർ വന്നപ്പോൾ റിച്ചാർഡ് പോലീസുകാരെ ഫോൺ വിളിച്ചത് ചുമ്മാതെയല്ല, അദ്ദേഹത്തിന്റെ ക്യാമറ ഓണാക്കി ജനലിന്റെ അവിടെ വെച്ചിട്ടാണ്. ആൻഡ് ഹി ക്യാപ്ചർഡ്. I put the iPad in the window, and now this thing's coming up to the steps in my backyard, Mike. What's going on? It's like a weird demonic looking thing, and it's like a human, and it's all scratched down. This is the second time this happened. This thing is looking weird. Oh my gosh. Oh my gosh. It knows something's going on, man. This thing is, oh my god. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് യാതൊരു അറിവുമില്ല. പോലീസുകാർ അവിടെ വന്നോ ആ ക്രീച്ചറിനെ പിടിച്ചോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഈ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചാനലിന്റെ പേര് റിച്ചാർഡ് ഗർബ്നിക്.